ഹായ് നമസ്കാരം, വോയിസ് ഓഫ് മുജീബിലേക്ക് സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചെന്നൈ സൂപ്പർ കിങ്സ് വേഴ്സസ് മുംബൈ ഇന്ത്യൻസ് മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിന്റെ പരാജയത്തെക്കാൾ കൂടുതൽ ഇന്ന് ചർച്ച ചെയ്യപ്പെട്ടത് ഹർദിക് പാണ്ഡ്യ ക്യാപ്റ്റൻ സ്ഥാനം പോയിട്ട് 11-ൽ പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് ക്യാപ്റ്റനായി രംഗത്ത് വന്നത് സൂര്യകുമാർ യാദവ് ആയിരുന്നു. മുംബൈ ഇന്ത്യൻസ് വളരെ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് ബാറ്റിംഗിൽ കാഴ്ചവെച്ചത്. അതിനേക്കാൾ ഉപരി എടുത്തു പറയേണ്ടത് ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി ഖലീൽ അഹമ്മദിന്റെയും നൂർ അഹമ്മദിന്റെയും രണ്ട് അഹമ്മദുമാർ നിറഞ്ഞാടിക്കൊണ്ട് മുംബൈ ഇന്ത്യൻസിനെ തകർത്തു എന്ന് വേണം പറയാൻ. നൂർ അഹമ്മദ് 4 വിക്കറ്റുകൾ നേടി, ഖലീൽ അഹമ്മദ് 3 വിക്കറ്റുകളും നേടി. മുംബൈ ബാറ്റിംഗ് നിരയിൽ ആർക്കും ശോഭിക്കാനായില്ല എന്നുള്ളതാണ് സത്യം. 29 റൺസ് എടുത്ത സൂര്യകുമാർ യാദവ് നേരിട്ടത് 26 പന്തുകൾ, 31 റൺസ് എടുത്ത തിലക് വർമ്മ നേരിട്ടത് 25 റൺസ്. ഒരുപക്ഷെ വാലറ്റത്തായിരിക്കും മികച്ച ഒരു പ്രകടനം കാഴ്ചവെച്ചു എന്ന് വേണം പറയാൻ. ദീപക് ചഹാർ 15 പന്തുകൾ നേരിട്ടുകൊണ്ട് 28 റൺസ് എടുത്തു. ആ ഒരു ഇന്നിങ്സ് ആണ് അതിൽ എടുത്തു പറയാവുന്ന ഒരു ബാറ്റിംഗ് പ്രകടനം എന്ന് പറയേണ്ടിയിരിക്കുന്നു. രോഹിത് ശർമ്മ ഇന്ന് 0-ന് പുറത്തായത്. ചെന്നൈ സൂപ്പർ കിങ്സ് അവസാന ഓവറിലാണ് വിജയിച്ചതെങ്കിലും ഒരു ഘട്ടത്തിൽ പോലും ചെന്നൈക്ക് ഒരു നിലക്കും ഭീഷണി ഉയർത്താൻ മുംബൈ ഇന്ത്യൻസിന്റെ ബാറ്റർമാർക്കോ ബോളർമാർക്കോ സാധിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നേരത്തെ പറഞ്ഞതുപോലെ മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിന്റെ പരാജയത്തെക്കാൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട് ഹർദിക് പാണ്ഡ്യക്ക് എന്തു പറ്റി എന്നുള്ള കാര്യമാണ് കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത്. ഹർദിക് പാണ്ഡ്യ ക്യാപ്റ്റൻ സ്ഥാനത്തുണ്ടായിരുന്നില്ല, 11-ലും ഉണ്ടായിരുന്നില്ല. അത് മറ്റൊന്നുമല്ല, കഴിഞ്ഞ വർഷം നടന്ന IPL മത്സരത്തിൽ ലക്നൌക്കെതിരെ സ്ലോ ഓവർ റേറ്റ് കാരണം ഒരു മത്സരത്തിൽ ബാൻ ചെയ്തിരുന്നു. കഴിഞ്ഞ തവണത്തെ മുംബൈ ഇന്ത്യൻസിന്റെ അവസാന മത്സരത്തിലാണ് ആ സ്ലോ ഓവർ റേറ്റ് ലക്നൌക്കെതിരെ ഒരു ബാൻ വന്നത്. അതുകൊണ്ട് തന്നെ ആ ബാൻ നടപ്പാക്കിയത് ഇത്തവണത്തെ IPL ആദ്യ മത്സരത്തിലായിരുന്നു. അതല്ലാതെ മറ്റൊരു കാരണങ്ങളുമില്ല. മുംബൈ ഇന്ത്യൻസിന്റെ ഇടയിൽ കഴിഞ്ഞ തവണത്തെ ഉണ്ടായ പോലെ വിവാദങ്ങളോ മറ്റു പടലപ്പിണക്കങ്ങളോ മറ്റൊന്നും തന്നെ ഇല്ല. തീർച്ചയായിട്ടും അടുത്ത മത്സരത്തിൽ ക്യാപ്റ്റൻ ആയിക്കൊണ്ട് തന്നെ ഹർദിക് പാണ്ഡ്യ തിരിച്ചെത്തും. മുംബൈ ഇന്ത്യൻസ് ഹർദിക് പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിയിലൂടെ ശക്തമായി തിരിച്ചു വരും എന്ന് തന്നെയാണ് മുംബൈ ഇന്ത്യൻസ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിൽ തന്നെ സംഭവിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് പുതിയ IPL വിശേഷങ്ങളുമായി വീണ്ടും നിങ്ങളിലേക്ക് എത്തുമെന്ന് വാക്ക് നൽകിക്കൊണ്ട് നിങ്ങളുടെ സ്വന്തം വോയിസ് ഓഫ് മുജീബ്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഗുഡ് ബൈ.